ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉന്നക്കായാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് ഇവിടെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുപ്പില്ലാത്ത പഴമാണ് എടുത്തത്. ഇതുപോലെ തൊലി കളഞ്ഞ് മുറിച്ച് ഞാൻ സ്റ്റീമറിൽ വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സിനുള്ള 8 മുട്ട എടുത്തിട്ടുണ്ട്. 8 മുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഡയറക്റ്റ് പാനിലേക്ക് ഒഴിച്ച് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് പാനിലേക്ക് ഒഴിക്കുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചിക്കിയെടുക്കാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാര മുൻപന്തിയിൽ നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഴത്തിന് മധുരം കുറവാണെങ്കിൽ ആ ഫില്ലിങ്സിന് മധുരം ഉണ്ടാകുമ്പോൾ ആ പഴത്തിന് മധുരം കുറയുമ്പോൾ അത് ബാലൻസ് ആയിക്കോളും. അങ്ങനെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മുന്തിരിയും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ പാനിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചെടുക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. കാരണം പുതിയ പുതിയ ഡിഷസ് ഇടുന്നുണ്ട്, എല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേർത്തെടുത്ത് കുറച്ച് സമയം നമുക്ക് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതൊന്ന് നല്ലോണം സെറ്റായ ശേഷം ഇതിങ്ങനെ ഈ നന്നായി കുറുകി വന്ന് എല്ലാം സോഫ്റ്റായിട്ടാണ് കിട്ടുക. കാരണം നമ്മളിത് ഇതിലേക്ക് മാറ്റി നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പാനിൽ നിന്ന് ഇത് വിട്ട് വരും, അതുവരെ അങ്ങനെ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മളെ പഴം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതൊരു ചെറിയ അമ്മിക്കല്ലിനെ കൊണ്ട് കുത്തിയെടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു കയ്യിൽ വെച്ചിട്ട് നന്നായി ഇതിൻ്റെ ആ പഴത്തിനൊരു സെൻറ്ററിൽ ഒരു ബ്ലാക്ക് കളറിലുണ്ട്, അതൊക്കെ നന്നായി ഉടഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ അത് പരത്തി ഉരുളയായി എടുക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് പോലെയാവും. അപ്പോൾ പിന്നെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചു കൊടുക്കാം, പക്ഷെ നമുക്കിത് ചൂടായതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അമ്മിക്കല്ലുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചു കൊടുത്താൽ ഉന്നക്കായ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്കിത് കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്ത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുത്തിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം പരത്തിയെടുത്ത് ഞാനൊരു പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വെക്കുകയാണ്. ആവശ്യത്തിന് അനുസരിച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം എണ്ണയിൽ മുക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. കാരണം നമ്മുടെ പുതിയ പുതിയ ഡിഷസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചൂടായതുകൊണ്ട് തന്നെ കൈ നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം അങ്ങനെ റൗണ്ടായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.